എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് 94-ാം സങ്കീർത്തനം വായിച്ച കർത്താവിന്റെ വാതിൽക്കലായിരിക്കാം. 94-ാം സങ്കീർത്തനം. പ്രതികാരത്തിന്റെ ദൈവമായ യഹോവേ, പ്രതികാരത്തിന്റെ ദൈവമേ പ്രകാശിക്കണമേ. ഭൂമിയുടെ ന്യായാധിപതിയെ എഴുന്നേൽക്കണമേ. ദണ്ഡികൾക്ക് നീ പ്രതികാരം ചെയ്യണമേ. യഹോവേ, ദുഷ്ടന്മാർ എത്രത്തോളം ഘോഷിച്ച് ഉല്ലസിക്കും. അവർ ശകാരിച്ച് ധാർഷ്ട്യം സംസാരിക്കുന്നു. നീതികേട് പ്രവർത്തിക്കുന്ന ഏവരും വമ്പു പറയുന്നു. യഹോവേ, അവർ നിന്റെ ജനത്തെ തകർത്ത് കളയുന്നു. നിന്റെ അവകാശത്തെ പീഡിപ്പിക്കുന്നു. അവർ വിധവയെയും പരദേശിയെയും കൊല്ലുന്നു. അനാഥന്മാരെ അവർ ഹിംസിക്കുന്നു. യഹോവ കാണുകയില്ല എന്നും യാക്കോബിന്റെ ദൈവം ഗ്രഹിക്കുകയില്ല എന്നും അവർ പറയുന്നു. ജനത്തിൽ മൃഗപ്രായരായവരെ ചിന്തിച്ചുകൊള്ളുവിൻ. ദോഷന്മാരെ നിങ്ങൾക്ക് എപ്പോൾ ബുദ്ധി വരും? ചെവിയെ നട്ടവൻ കേൾക്കയില്ലയോ? കണ്ണിനെ നിർമ്മിച്ചവൻ കാണുകയില്ലയോ? ജാതികളെ ശിക്ഷിക്കുന്നവൻ ശാസിക്കുകയില്ലയോ? അവൻ മനുഷ്യർക്ക് ജ്ഞാനം ഉപദേശിച്ചു കൊടുക്കുന്നില്ലയോ? മനുഷ്യരുടെ വിചാരങ്ങളെ മായ എന്ന് യഹോവ അറിയുന്നു. യഹോവേ, ദുഷ്ടനെ കുഴി കുഴിക്കുവോളം അനർത്ഥ ദിവസത്തിൽ നീ അവനെ വിശ്രമിപ്പിക്കേണ്ടതിന് നീ ശിക്ഷിക്കുകയും നിന്റെ ന്യായപ്രമാണം നീ ഉപദേശിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവ തന്റെ ജനത്തെ തള്ളിക്കളയുകയില്ല. തന്റെ അവകാശത്തെ കൈവിടുകയുമില്ല. ന്യായവിധി നീതിയിലേക്ക് തിരിഞ്ഞു വരും. പരമാർത്ഥ ഹൃദയമുള്ളവരൊക്കെയും അതിനോട് യോജിക്കും. ദുഷ്കർമ്മികളുടെ നേരെ ആർ എനിക്ക് വേണ്ടി എഴുന്നേൽക്കും?
നീതികേട് പ്രവർത്തിക്കുന്നവരോട് ആർ എനിക്ക് വേണ്ടി എതിർത്ത് നിൽക്കും? യഹോവ എനിക്ക് സഹായമായിരുന്നില്ലെങ്കിൽ എന്റെ പ്രാണൻ വേഗം മൗനവാസം ചെയ്യുമായിരുന്നു. എന്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ യഹോവേ നിന്റെ ദയ എന്നെ താങ്ങി. എന്റെ ഉള്ളിലെ വിചാരങ്ങളുടെ ബഹുത്വത്തിൽ നിന്റെ ആശ്വാസങ്ങൾ എന്റെ പ്രാണനെ തണുപ്പിക്കുന്നു. നിയമത്തിന് വിരോധമായി കഷ്ടത നിർമ്മിക്കുന്ന ദുഷ്ടസിംഹാസനത്തിന് നിന്നോട് സഖ്യത ഉണ്ടാകുമോ? നീതിമാന്റെ പ്രാണന് വിരോധമായി അവർ കൂട്ടം കൂടുന്നു. കുറ്റമില്ലാത്ത രക്തത്തെ അവർ ശിക്ഷയ്ക്ക് വിധിക്കുന്നു. എങ്കിലും യഹോവ എനിക്ക് ഗോപുരവും എന്റെ ശരണശൈലമായ എന്റെ ദൈവവുമാകുന്നു. അവന് അവരുടെ നീതികേട് അവരുടെ മേൽ തന്നെ വരുത്തും. അവരുടെ ദുഷ്ടതയിൽ തന്നെ അവരെ സംഹരിക്കും. നമ്മുടെ ദൈവമായ യഹോവ അവരെ സംഹരിച്ചു കളയും. കർത്താവിനെ സ്തുതിക്കാം. യേശുവെ സ്തുതിക്കുന്ന പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. ഞങ്ങൾ കർത്താവിലേക്ക് സമർപ്പിച്ച് കർത്താവെ ആരാധന ആരംഭിച്ചിരിക്കുന്നതെല്ലാം വായിച്ച സങ്കീർത്തനായ സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ട ആലോചനകളും ഞങ്ങൾക്ക് വേണ്ട ആത്മീയമുള്ള എല്ലാ നന്മകളും നൽകി തരുന്ന ദൈവം ഇനിയും ഞങ്ങളെ പോഷിപ്പിക്കുന്ന ദൈവമായിരിക്കുന്നുണ്ട്. കർത്താവിനെ സ്തുതിക്കുന്നു. ജനത്തിനായി സ്തോത്രം. ഏവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണം. സർവ്വ നന്മകൾക്കായി വീണ്ടും കർത്താവിനെ സ്തുതിക്കുന്നു. കാത്തോളം അനുഗ്രഹിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ നോക്കിയിരിക്കാം. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് ഒത്തുണ്ടാകുമാറാകട്ടെ. ഈ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാമത്തെ ദിവസം ആരാധനയ്ക്കായി കൂടി വന്നിട്ടുള്ള എല്ലാ ദൈവജനത്തിനും ക്രിസ്തുയേശുവിന്റെ ധന്യമായ നാമത്തിൽ സ്നേഹോദയത്തെ അറിയിക്കുകയാണ്. കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന കൽപ്പന പ്രകാരം നമ്മുടെ ഉത്തരവാദിത്വം കർത്താവിൽ നിവർത്തിക്കുന്ന ഒരു സന്ദർഭമാണ് ആരാധന എന്ന് പറയുന്നത്. ആരാധനയിൽ കൂടി ലഭിക്കുന്നതും ആരാധനയിൽ കൂടി മനുഷ്യന് എത്തിച്ചേരുന്നതുമായ കാര്യങ്ങളൊക്കെയും നമ്മൾ ഗ്രഹിച്ചിട്ടുണ്ട്. ഒരു ആരാധനയിൽ നമ്മുടെ ആത്മാക്കൾക്ക് പൂർണ്ണ സമാധാനം, ആത്മാക്കളുടെ സംസാരം, ദൈവസന്നിധിയിൽ സൽഗുണപൂർത്തി, ദൈവവുമായിട്ടുള്ള ബന്ധത്തിലുള്ള പൂർണ്ണ പ്രാഗൽഭ്യം, ഇതൊക്കെയും നമുക്ക് ലഭിക്കുന്നത് ആരാധനയിൽ കൂടിയാണ്. കഴിഞ്ഞ ദിനങ്ങളൊക്കെയും കർത്താവ് നമ്മെ നടത്തി. കർത്താവ് നമുക്ക് നല്ലവനായിരുന്നു. ഒരു ദോഷവും ചെയ്യാത്തവൻ, എന്നും നമ്മുടെ പ്രാണന് വേണ്ടി കരുതുന്നവൻ. വലത്തോട്ട് നോക്കി കാണണമേ, എൻ്റെ പ്രാണന് വേണ്ടി ആരും കരുതുന്നില്ല എന്ന് നമ്മൾ ഗ്രഹിക്കുന്നത് പോലെ നമ്മെ പലതരത്തിൽ സഹായിക്കുന്നവരുണ്ടാകാം. എന്നാൽ പ്രാണന് വേണ്ടി കരുതുന്നവർ ഏറ്റവും ചുരുക്കമാണ്. ബാക്കി എല്ലാ കരുതലുകളും നമുക്ക് ലഭിക്കും. എന്നാൽ നമ്മുടെ പ്രാണന് വേണ്ടി കരുതുമ്പോൾ അത് പുറമേയുള്ള അനുഭവമായിരിക്കില്ല. പുറമേയുള്ള ശരീരത്തിനും നമ്മുടെ ജീവനും അത് സന്തോഷകരമായിരിക്കുകയില്ല പലപ്പോഴും. കാരണം വചനം പറയുന്നത് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിച്ച് കൊണ്ടുപോവുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ബാലശിക്ഷ തരുന്നത്? നമ്മുടെ പ്രാണന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ ശിക്ഷ ഏൽക്കുന്നതിനെക്കുറിച്ച് പറയുകയാണ്, അവൻ ശിക്ഷിക്കുമ്പോൾ നിങ്ങൾ, ശാസിക്കുമ്പോൾ നിങ്ങൾ മുഷിയരുത്. നിങ്ങൾ അടിക്കുന്നവങ്കിലേക്ക് നിങ്ങൾ തിരിഞ്ഞുകൊള്ളണം, ശാസിക്കുന്നവങ്കിലേക്ക് നിങ്ങൾ തിരിയണം. അത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. അതുകൊണ്ട് തന്നെ ഈ നാളുകളിൽ അവൻ ചെയ്ത ഉപകാരങ്ങളും നമ്മുടെ പ്രാണന് വേണ്ടി കർത്താവ് കരുതിയ കരുതലുകളും ഓർത്ത് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ, അങ്ങനെ കർത്താവിൻ്റെ സന്നിധിയിൽ അർത്ഥവത്തായ സ്തോത്രം, സന്തോഷത്തോടെയുള്ള സ്തോത്രം, ഓർമ്മയിൽ നിന്നുള്ള സ്തോത്രം, ദൈവത്തെ മാനിക്കുന്ന സ്തോത്രം നമ്മിൽ നിന്ന് മുളച്ചു വീഴുവാൻ പരിശുദ്ധാത്മാ നമ്മെ സഹായിക്കുന്നതാണ്. നമ്മൾ വായിച്ച സങ്കീർത്തനം 94 സങ്കീർത്തനമാണ്. എല്ലാവർക്കും അറിയാവുന്ന സങ്കീർത്തനമാണ്. 94 സങ്കീർത്തനക്കാരൻ്റെ നിലവിളിയോടുകൂടിയാണ്
ആ സങ്കീർത്തനം ആരംഭിക്കുന്നത് എന്താണ് ആ നിലവിളി? എന്താ? പ്രതികാരത്തിന്റെ ദൈവമേ പ്രകാശിക്കണമേ, പ്രതികാരത്തിന്റെ ദൈവമേ പ്രകാശിക്കണമേ, ഭൂമിയുടെ ന്യായാധിപതിയെ എഴുന്നേൽക്കണമേ. സങ്കീർത്തനക്കാരൻ അങ്ങനെ പറയുന്നതിന്റെ സാരം എന്താണ്? 96-ാം സങ്കീർത്തനത്തിൽ ആ സങ്കീർത്തനക്കാരൻ വിളിച്ചപേക്ഷിക്കുന്ന ഈ സമയം എന്ന് പറയുന്നത് ഏതാണ്? എന്തിനാണ്, ആർക്കാണ് പ്രതികാരം ചെയ്യേണ്ടത്? ഒരാൾ ദ്രോഹം ചെയ്താൽ ആ ദ്രോഹത്തിനാണ് പ്രതികാരം ചെയ്യേണ്ടത്. ആർക്കാ പ്രതികാരം ചെയ്യേണ്ടത്? 96-ാം സങ്കീർത്തനക്കാരൻ പ്രതികാരം ചെയ്യണമെന്ന് പറയുന്ന ആർക്കാ? നമ്മൾ അതിന്റെ 20-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. എന്താണ്? നിയമത്തിന് വിരോധമായി കഷ്ടത നിർമ്മിക്കുന്ന ദുഷ്ടസിംഹാസനത്തിന് നിത്യമാണ്. അപ്പോ ദൈവത്തിന്റെ സിംഹാസനം പോലെ വേറൊരു സിംഹാസനമുണ്ട്. ദൈവത്തിന്റെ എതിരാളിക്കൊരു സിംഹാസനമുണ്ട്. ആരുടെ സിംഹാസനമാണ്? സാത്താന്റെ സിംഹാസനമാണ്. സാത്താന് എത്ര സിംഹാസനമുണ്ട്? അവന് അതിന്റെ അധിപതിക്ക് ഒരു സിംഹാസനവും അതിന് കീഴെയുള്ളവർക്ക് സിംഹാസനങ്ങളുമുണ്ട്. അതാണ് വെളിപ്പാട് പുസ്തകത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, നീ പാർക്കുന്ന ഇടം സാത്താന്റെ സിംഹാസനം ഉള്ളിടമെങ്കിലും നീ ഭയപ്പെടണ്ട. ഈ ഭൂമിയിൽ സാത്താന്റെ സിംഹാസനമുള്ള സ്ഥലങ്ങളുണ്ട്. സാത്താന്റെ സിംഹാസനമുള്ള സ്ഥലങ്ങൾ ഏതാ? ദൈവത്തിന്റെ സിംഹാസനമുള്ള സ്ഥലം ഏതാ? ഈ ഭൂമിയിൽ ദൈവം തന്റെ സിംഹാസനം വെക്കുന്ന ഒരു സ്ഥലമാണ് മോറിയ മലയിൽ വെച്ച്. അവിടെ ആ മലയുടെ പ്രത്യേകത എന്താ? മോറിയ മലയുടെ പ്രത്യേകത എന്താ? ദൈവത്തോടുള്ള മനുഷ്യന്റെ സ്നേഹം മറ്റെന്തിനേക്കാൾ കൂടുതൽ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് വെളിപ്പെട്ട സ്ഥലമാണ് ഈ സ്ഥലം, മോറിയ മല. അങ്ങനെയുള്ളിടത്ത് ദൈവം എന്ത് വയ്ക്കും? തന്റെ സിംഹാസനം. അപ്പോൾ ദൈവം ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ദൈവത്തെ സ്നേഹിക്കുക, സഹോദരനെ സ്നേഹിക്കുക. രണ്ട് കാര്യമാണ്. ഒന്ന് ദൈവത്തെ സ്നേഹിക്കുക, പിന്നെ സഹോദരനെ. ഇത് രണ്ടും ദൈവം അംഗീകരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തെളിയിച്ചു കഴിഞ്ഞാൽ അവിടെ എന്ത് വയ്ക്കാം? ആരുടെ സിംഹാസനം? ഇത് രണ്ടും എതിര് വന്നു കഴിഞ്ഞാൽ ദൈവത്തെ സ്നേഹിക്കുന്നതിന് തെളിവെന്താ? ദൈവത്തെ സ്നേഹിക്കുന്നതിനും സഹോദരനെ സ്നേഹിക്കുന്നതിന് ഒറ്റ തെളിവ്. ദൈവത്തെ സ്നേഹിക്കുന്നത് എങ്ങനെ സ്നേഹിക്കും? 1 യോഹന്നാൻ 5:1 വായിക്കും. ദൈവത്തെ സ്നേഹിക്കുന്നുള്ളതിന്റെ തെളിവ് ഇവിടെ 2 പ്രാവശ്യം പറഞ്ഞിട്ടുള്ള അതിനറിയാം. അവന്റെ കൽപ്പന അനുസരിക്കുന്നതല്ലോ ദൈവത്തോടുള്ള. അവിടെ ആരുടെയൊക്കെ സ്നേഹം വന്നിട്ടുണ്ട്? 2 പേരുടെ സ്നേഹം എന്ന് പറഞ്ഞു. ദൈവത്തോടുള്ള സ്നേഹം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ? ഇത് രണ്ടും ഒറ്റ കാര്യത്തിലാണ്. ദൈവത്തിന്റെ കൽപ്പന പുറമാണ്. ഏത് പ്രതിസന്ധിയിലും ദൈവത്തിന്റെ വചനം കലർപ്പ് കൂടാതെ അങ്ങനെ തന്നെ പ്രമാണിക്കുമ്പോൾ ദൈവം അവനെ കുറിച്ച് പറയും. എന്തായാലും അവൻ ആരെ സ്നേഹിക്കുന്നു? മാത്രം സഹോദരൻ. അവൻ ദൈവത്തെയും സഹോദരനെയും സ്നേഹിക്കുന്നവനാണ്. ഇത് രണ്ടും ദൈവം അംഗീകരിച്ചു. ഇത് രണ്ടും അംഗീകരിച്ചു കഴിഞ്ഞാൽ അവിടെ സിംഹാസനമാണ്. ആരുടെ സിംഹാസനം? അങ്ങനെയാണ് യെരൂശലേം ദേവാലയം അവിടെ ഉണ്ടായത്. അങ്ങനെയാണ് യെരൂശലേം ദേവാലയം ഉണ്ടായത്. യെരൂശലേം ദേവാലയം എന്ന് പറയുന്നത് ഇരിക്കുന്നത് മോറിയ മലയിലാണ്. ഈ ഭൂമി മുഴുവനും ആരുടെ കീഴിൽ കിടക്കുന്നു? ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുക. അങ്ങനെ കിടക്കുന്ന സ്ഥലത്തു നിന്ന് ഒരു ഭാഗം ദൈവത്തിന് വേണ്ടി വേർതിരിഞ്ഞു. ആരുടെ സ്നേഹം? അബ്രഹാം ആരെ സ്നേഹിച്ചു? ദൈവത്തെ സ്നേഹിച്ചു എന്ന് സാക്ഷ്യം പ്രാപിച്ചു. ഈ പുതിയ നിയമ കാലഘട്ടത്തിൽ കർത്താവ് മുൻ നിയമിക്കപ്പെട്ടവരെ വിളിച്ചതിന് ശേഷം ദൈവത്തെ സ്നേഹിച്ചുവെന്ന് തെളിയിച്ചതിന് ശേഷം, ദൈവത്തെയും സഹോദരങ്ങളെയും സ്നേഹിച്ചുവെന്ന് തെളിയിച്ച് ഓരോ ദേശങ്ങളെ എങ്ങോട്ട് മാറ്റാൻ വെറുതെ ദൈവത്തിന് വേണ്ടി വേർതിരിക്കാനാണ് സഭ.
അപ്പൊ സഭ എന്ന് പറഞ്ഞാൽ എന്താ? ദുഷ്ടന്റെ കൈകളിൽ അകപ്പെട്ടു പോയ ലോകത്തുള്ള രാജ്യങ്ങൾ, ദേശങ്ങൾ, അത് തിരിച്ചാർക്കും കൊണ്ടണം? കർത്താവിന് കൊണ്ടണം. അതിന് വേണ്ടിയിട്ട് അധ്വാനിക്കാൻ ഇതൊരു കഷ്ടപ്പെടാൻ വേറൊരു കഷ്ടപ്പാടൊന്നും ചെയ്യേണ്ട മതി. ദൈവസഭയിൽ കൂട്ടി വരുത്തുന്നവർ ഇത് തെളിയിച്ചാൽ മതി. എന്ത് തെളിയിച്ചാൽ മതി? ദൈവത്തിന്റെ വചനം പ്രമാണിക്കും എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ, ഏത് പ്രതികൂല സാഹചര്യത്തിലും ദൈവവചനം പ്രമാണിക്കുമെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ ദൈവം അംഗീകരിക്കും. ആരെയൊക്കെ സ്നേഹിക്കുന്നവൻ? ദൈവത്തെയും സഹോദരനെ സ്നേഹിക്കുന്നു. ഇത് രണ്ട് വെളിപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ സിംഹാസനം വയ്ക്കും ആര് എന്ന് പറഞ്ഞേ? ദൈവം. അപ്പൊ അങ്ങനെയാണ് ഈ ഇരിക്കുന്ന സ്ഥലം എവിടെ എന്തിനുള്ള ഉത്തരവാദിത്വം മനസ്സിലായി? നമ്മുടെ ഉത്തരവാദിത്വം മനസ്സിലായി? അവിടെ ഇരുന്നുകൊണ്ട് തെളിയിക്കണം. കാരണം വേറൊരാളും മറ്റൊരു മറുവശത്തും നിൽക്കുന്നുണ്ട് എന്നറിയാം. സഹോദരനും മറുവശമുണ്ട്. മറ്റവനൊരു സിംഹാസനം എടുക്കുക, അവനും സിംഹാസനം എടുക്കുക, ഇതൊന്നും വെക്കാനായിട്ട്. അതെവിടെ വയ്ക്കും? ഇത് രണ്ടും തെളിയിക്കണം. ഏതൊക്കെ? ദൈവത്തെ വെറുക്കുന്നു തെളിയിക്കണം, സഹോദരനെ വെറുക്കുന്നു തെളിയിക്കണം. ഇത് രണ്ടും ദൈവം ഏറ്റവും വെറുക്കുന്നതാണ്. ആ ഭാഗം ദൈവത്തിന് അറപ്പാണ്. ഏത് ഭാഗം? സഹോദരനെ ഉദ്ദേശിക്കുന്നതും ദൈവത്തെ ഉപേക്ഷിക്കുന്നതുമായ സ്ഥലം എന്ന് പറയുന്നത് കർത്താവിന് അറപ്പാണ്. ആ സ്ഥലം അവൻ അവകാശപ്പെട്ടതാണ്. അങ്ങനെ വരുമ്പോഴാണ് കായീൻ നിൽക്കുന്ന സ്ഥലം ശപിക്കപ്പെട്ടു. ഈ നിൽക്കുന്ന നിൽക്കുന്ന ഭൂമി ശപിക്കപ്പെട്ടു. അവന് ചില ശാപവാക്കുകൾ പറഞ്ഞങ്ങ് പോയി. ആ രക്തം വീണ സ്ഥലം ആരുടെ സിംഹാസനം വെച്ചു? ഇങ്ങനെ ലോകത്തിൽ ഞാൻ ഒരു ചർച്ചിൽ ചെന്നു. ചർച്ച് എന്ന് പറഞ്ഞാൽ യേശുനാമക്കാരല്ല. ഏതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കുറച്ച് വിശദീകരിച്ചത് നിങ്ങൾ അതൊന്നും അറിയണ്ട. അത് ചെന്ന് കഴിഞ്ഞപ്പോൾ ആ പലരും വ്യക്തമായി കണ്ടിട്ടുള്ള ആ സഭയുടെ നടുക്ക് ഒരു സിംഹാസനം ഇട്ട് വെച്ച ഒരാൾ ഇരിക്കുക. ഒരു ദുഷ്ടൻ മാറിപ്പോവില്ല. ഏകദേശം 45 പേരുള്ള സഭയാണ്. 40-45 പേരുള്ള സഭയാണ്. അപ്പോ ഇതെങ്ങനെ സംഭവിച്ചു? ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിച്ച് ആരെയും വിധിക്കാനല്ല പറയുന്നത്. ഏതോ പോരാട്ടമായിക്കോട്ടെ. ഇതൊന്ന് വെക്കാൻ വേണ്ടിയിട്ട് രാപ്പകൽ കുറ്റം ചുമത്തി രാപ്പകൽ അധ്വാനിച്ചു നിൽക്കുന്ന ഒരുത്തനുണ്ടെന്ന് നമ്മൾ അറിഞ്ഞിട്ട് വേണം നമ്മൾ കൂട്ടായ്മയിൽ വരാൻ. കാരണം നമ്മൾ മുഖാന്തരം അവനുള്ള സിംഹാസനം വയ്ക്കരുത്. അതുകൊണ്ടാണ് ഒരുമിച്ച് കർത്താവിൻ്റെ നാമത്തിൽ നിർവ്യാജമായ സഹോദരപ്രീതിക്ക് വേണ്ടി കർത്താവ് കൂട്ടിവരുത്തിയിരിക്കുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്നും സഹോദരനെ സ്നേഹിക്കുന്നുവെന്നും ദൈവമേ എൻ്റെ ജീവിതം കൊണ്ട് ഉറപ്പാക്കി ഇവിടെ നിന്റെ സിംഹാസനം വയ്ക്കാൻ സാധിച്ചാൽ, ഇവിടെ സിംഹാസനം വയ്ക്കാൻ എത്ര പേര് നിന്നുണ്ടെന്നുള്ള അവസാനം കണക്ക് വരും. തോപ്പുംപടി സഭയിൽ സിംഹാസനം വെച്ചു. തോപ്പുംപടി സഭയിൽ സിംഹാസനം വെച്ചത് ആരാണെന്നുള്ള ചോദ്യം വരും. ആ ചോദ്യം വരുമ്പോഴാണ് മനുഷ്യൻ മാനിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ദൈവത്തിൻ്റെ വചനം പറയുന്നത് നമ്മുടെ ഹൃദയം കൊണ്ട് പോലും നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് പ്രധാനമായിട്ട് പറഞ്ഞിട്ടുള്ളത് സഹോദരങ്ങളോടുള്ള ബന്ധത്തിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ദോഷം നിരൂപിക്കാൻ പാടില്ല. പിന്നെ എതിര് നിൽക്കാൻ പാടില്ല. പിന്നെ വിധിക്കാൻ പാടില്ല. ഏറ്റവും ഹൃദയം കൊണ്ട് ചെയ്ത 3 കാര്യങ്ങൾ എന്ന് പറഞ്ഞേ: ദോഷം നിരൂപിക്കരുത്, എതിര് നിൽക്കരുത്, വിധിക്കരുത്. ദൈവം തന്റെ ആത്മാവിനെ സഭയിലേക്ക് കൊടുത്തതിന് ശേഷം സഹോദരങ്ങൾ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരമാവും. അങ്ങനെ ജീവിക്കാൻ കൊടുത്തതാ. പക്ഷെ ഈ 3 കാര്യങ്ങൾ വന്നാൽ സംഭവിക്കുന്ന കാര്യങ്ങൾ 3 വശമാണ്. എന്താണ് വശം? 1, ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് എൻ്റെ സഹോദരന് എതിരാണെന്നിരിക്കട്ടെ, ബാബുവിന് ഞാൻ എതിരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഓബദ്യാവിന്റെ പുസ്തകം 13-ാം വാക്യം വായിക്കും. ഓബദ്യാവിന്റെ പുസ്തകം
ആ ആ ആ അതെ 11-ാം വാക്യം. ആ കർത്താവ് സദാം ഒരു മനുഷ്യന് സഹോദരന് എതിരെ നിന്നാൽ ആ സമയത്ത് ശത്രുവിനെയും അവൻ സമ്പത്ത് അപകരിച്ചുള്ളൂ. ഒരു മനുഷ്യൻ സഹോദരൻ വേറൊരു സഹോദരനെതിരെ എന്ത് ചെയ്യാൻ പാടില്ല? എതിര് നിന്നാൽ എന്തുണ്ടാകും? എതിര് നിന്നാൽ ആ മനുഷ്യന്റെ സഹോദരന്റെ സമ്പത്ത് ആര് കവർന്നുകൊണ്ട് പോകും? ശത്രു കവർന്നു. ഇനി അത് കരവാകും. രണ്ടാമത്തത് 109-ാം സങ്കീർത്തനം 31-ാം വാക്യമായി. അവൻ എളിയവനെ ശിക്ഷയ്ക്ക് വിധിക്കുന്നവരുടെ കയ്യിൽ നിന്ന് രക്ഷിപ്പാൻ അവന്റെ വലത്ത് ഭാഗത്ത്. ആരുടെ വലത്ത് ഭാഗത്ത്? എളിയവന്റെ വലത്ത് ഭാഗത്ത്. ശിക്ഷയ്ക്ക് വിധിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ തന്റെ സഹോദരനെ തന്റെ ഹൃദയം കൊണ്ട് വിധിച്ചാൽ എന്താ പറയുക? ഇവിടെ ഇരുന്നതിന് ശേഷം പറയാണ് ശരിയല്ല, ഷിൻഡോ അവന് ശരിയല്ല. അതോ മറ്റത് ഓരോരുത്തരെ കുറിച്ച് വിധി വന്നു കഴിഞ്ഞാൽ വിഷയം എന്നറിയോ? നമ്മളുടെ ഹൃദയത്തിൽ വ്യാപരിക്കുന്ന ആത്മാവ് കൊണ്ട് അവനെ ദ്വേഷിക്കുക, അവന്റെ ജീവൻ പോയിക്കൊണ്ടിരിക്കുക. അത് ചെയ്യാൻ പാടില്ല. മൂന്നാമത്തതാണ് 7:8 വായിക്ക് സെക്കരിയാവും. യഹോവയുടെ അരുളപ്പാട് സെക്കരിയാവിനുണ്ടായതെന്നാൽ സൈന്യങ്ങളെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. യാതൊരു ദോഷവും ചെയ്യരുത്, നിരൂപിക്കരുത്. മതി. അത് 3 കാര്യങ്ങൾ നമ്മൾ ഓർത്തോളണം. പുതിയ നിയമത്തിൽ ഇതിന്റെ വിശദീകരണമാണ് ഞെരങ്ങിപ്പോകരുതെന്നൊക്കെ ഉള്ളത്. എന്നാൽ ഈ 3 കാര്യങ്ങൾ നമ്മൾ തോന്നുന്നു. ഞാൻ എതിര് നിന്നാൽ, എൻ്റെ സഹോദരൻ്റെ എതിര് നിന്ന് കഴിഞ്ഞാൽ ശത്രു അവനെ പിടിക്കും, അവൻ്റെ സമ്പത്ത് കവർന്നുകൊണ്ട് പോകും. ഞാൻ ദോഷം നിരൂപിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ഞാൻ വിധിച്ചു കഴിഞ്ഞാൽ ആ വിധിയാൽ അവന് ദോഷം വരും. കാരണം ഞാൻ വിധിക്കുന്ന വിധി അവന് ദോഷം വരുമെന്ന് കഴിഞ്ഞാൽ ദൈവം അവൻ്റെ വലത്തുഭാഗത്ത് വരും. പിന്നെ ഞാൻ വിധിക്കുന്ന ആ വിധി ആരെയാണ് വിധിക്കുന്നത്? ദൈവത്തെയായിത്തീരും, ദൈവം പ്രതികാരം. അപ്പോൾ നമ്മളിപ്പോൾ സിംഹാസനത്തിൻ്റെ കാര്യം പറഞ്ഞാൽ അങ്ങോട്ട് പോയത്. അപ്പോൾ അതിലേക്ക് പോകാനല്ല. അപ്പോൾ സിംഹാസനം 2 ഉണ്ട്. ഒന്ന് ദൈവത്തിന്റെ സിംഹാസനം, ഒന്ന് ദുഷ്ടന്റെ സിംഹാസനം. ദൈവം സിംഹാസനം വയ്ക്കുന്നത് എവിടെയാ? സഹോദരനെയും ദൈവത്തെയും സ്നേഹിക്കുന്ന ഒന്ന് തെളിയിക്കപ്പെട്ട ശത്രു സിംഹാസനം വയ്ക്കുന്നത് എവിടെയാ? ദൈവത്തെയും സഹോദരനെയും ദ്വേഷിക്കുമെന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ, അത് തെളിവ് വന്നു കഴിഞ്ഞാൽ അവിടെ ശത്രു സിംഹാസനം. എന്നാൽ ഈ സിംഹാസനം വെച്ചതിന് ശേഷം അവിടെ നിന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു 5 കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതാണ് ഇങ്ങനെ ഇരുന്നതിന് ശേഷം ഈ സിംഹാസനത്തിൽ റിപ്പോർട്ട് ചെയ്യും ഒരു 5 കാര്യങ്ങൾ. അതൊക്കെ ചെയ്താൽ നമ്മൾ പറയുന്ന ഏതൊക്കെ കാര്യങ്ങൾ? വാക്ക്, നേർച്ച, പിന്നെ വ്രതം, ശുശ്രൂഷ, പ്രസംഗം. അപ്പൊ നമ്മൾ 5 കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അപ്പോഴിത് അവിടെ എത്തിക്കാൻ ആളുണ്ട്. എന്ത് ചെയ്തു കഴിഞ്ഞാൽ നമ്മളൊരു വഴിപാട് തരും. ഞാനൊരു വഴിപാട് തേക്കാം, ഞാൻ ഇന്നത് കർത്താവിന് കൊടുത്തേക്കാം, ഒരു നേർച്ച തരും. ഞാൻ 5 കാര്യങ്ങൾ പറഞ്ഞ് പഠിച്ചതാണ്. 5 കാര്യങ്ങൾ. ഈ 5 കാര്യങ്ങൾ വന്നാലും എതിര് വരും. ഞാൻ ഒരു കാര്യങ്ങൾ ചെയ്തേക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇത് ഈ വാക്ക് എവിടെ എത്തും? ഈ സിംഹാസനത്തിലെത്തും. സിംഹാസനത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവൻ അവിടെ നിന്ന് എന്തായിരിക്കും? അവിടെ നിന്ന് നിയമത്തിന് വിരോധമായി കഷ്ടത നിർമ്മിക്കുന്ന ദുഷ്ടസിംഹാസനം, അത് 20-ാം വാക്യം എന്തായിരിക്കും? അവിടെ നിന്ന് ഉടനെ എന്തായിരിക്കും? കഷ്ടതയായിരിക്കും. അപ്പം ഞാൻ ഒരു നേർച്ച നേർന്നിട്ടുണ്ടെങ്കിൽ
അത് നിവർത്തിക്കാതിരിക്കാൻ അവിടെ നിന്ന് എന്തായിരിക്കും? കഷ്ടതയായിരിക്കും. ആ കഷ്ടത വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എൻ്റെ ഉള്ളിൽ നേരുന്നവന് അയക്കുന്ന കഷ്ടതേനാ. ഞാൻ ഒരു കാര്യം, ഇന്ന് എനിക്ക് കിട്ടുന്നത് കർത്താവിനുള്ളൂ. ഒരാഴ്ചയായി ഞാൻ പോയിട്ട് ഒരു സാധനം കിട്ടിയില്ല. ഇന്ന് ഞാൻ പോകുമ്പോൾ കിട്ടുന്നത് കൊടുത്തേക്കാം. അന്ന് പോയപ്പോ ഇന്ന് വരെ കിട്ടാത്ത ഒരു കൂട്ടാൻ കിട്ടും. എന്ത് ചെയ്യും? അപ്പൊ ഈ സിംഹാസനത്തിൽ എത്തിയിട്ടുണ്ട്. അവൻ എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. എന്ത് വാക്ക് പറഞ്ഞേ? ഇന്ന് കിട്ടണം, കൊടുത്തേക്കാന്ന്. സിംഹാസനം പറഞ്ഞു ഒരു രാജ്യം ഇന്ന് എങ്ങനെയെങ്കിലും അവന് കൂടുതൽ കിട്ടണം. എന്തെങ്കിലും കൂടുതൽ കിട്ടണം, അതിനു വേണ്ടി ചെയ്യും. പക്ഷെ കിട്ടുന്നതിനോടൊപ്പം അവന് നിരൂപണം കൂടെ അയക്കണം. ചിന്തിച്ച് എന്ത് ചെയ്യും? എന്തൊക്കെയാ ചിന്ത വരുന്നത്? ഇത് ഇത്രയും അങ്ങ് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാ? ഇന്നിപ്പോൾ കിട്ടുന്ന മുഴുവനും ഒരാഴ്ചയായിട്ട് 2 ആഴ്ചയായിട്ട് ഞാൻ പോയിട്ട് എനിക്കൊന്നും കിട്ടാത്തതാണ്. ഇന്ന് ഇത് മുഴുവനും കൂടി അങ്ങോട്ട് കൊണ്ടു കൊടുത്തിട്ട് എന്ത് ചെയ്യാനാ? അങ്ങനെ ദൈവം പ്രസാദിക്കും. എല്ലാവർക്കും വേണ്ടേ? ഒരംശം കൊടുക്കാം. അപ്പം മറുവശത്ത് പറയും, അയ്യോ അതല്ല, ഇന്നത്തെ മുഴുവൻ കർത്താവ് കൊടുത്തേക്കാന്നാ പറയുന്നത്. അങ്ങനെ കർത്താവ് ചെയ്യുമോ? ഇങ്ങനെ, അതായത് നേർച്ച നേർന്നാൽ അവന് പിന്നെ സ്വസ്ഥത ഉണ്ടാവില്ല. അവൻ എന്തായിരിക്കും? നിരൂപണമായിരിക്കും. നിരൂപണം കൊണ്ട് അവൻ സ്വസ്ഥതയില്ലാത്തവനായിരിക്കും. അവസാനം ഏതെങ്കിലും വസ്തു വിറ്റതിന് ശേഷം കർത്താവിന് കൊടുക്കാൻ പറ്റാം. കർത്താവ് പറഞ്ഞ് ഒരു കാര്യം ചെയ്യും, നമുക്ക് കൊടുക്കാം. അപ്പോൾ ഭാര്യ പറഞ്ഞ് കൊടുക്കാം, മുഴുവൻ കൊടുത്തേര്, ഇച്ചിരി എടുത്ത് മാറ്റി വെച്ചേര്. കാരണം ഇത് നമുക്ക് വേണ്ടേ? തമ്മിൽ നിരൂപിച്ച് അവസാനം ഒരു കൂട്ടെടുത്ത് മാറ്റി വെച്ച്. ആര് ജയിച്ച്? സാത്താൻ ജയിച്ച്. സിംഹാസനം ജയിച്ച്. സാത്താന്റെ സിംഹാസനം ജയിച്ചു. കഷ്ടത നിരൂപണം അയച്ചു. ആ നിരൂപണത്തിൽ കുറെ സാധനം എടുത്ത് മാറ്റി വെച്ചു. വസ്തു ഒത്തെടുത്ത് മാറ്റി വെച്ചു. ദൈവത്തിന് മുമ്പാകെ പിടിക്കപ്പെട്ടു. അതിനാൽ അവർ മരിക്കേണ്ടി വന്നു. ഇങ്ങനെ 5 കൂട്ടം കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അതിലേക്ക് പോയാൽ നടക്കില്ല. അപ്പോൾ ഓർത്തു കൊള്ളണം, നമ്മളൊരു വാക്ക് പറഞ്ഞാൽ എന്തായിരിക്കും? ഛേദമായിരിക്കും. നേർച്ച നടന്നാൽ നിരൂപണമായിരിക്കും. പിന്നെ നിയമം ചെയ്താൽ അതിനെ തെറ്റിക്കാനായിട്ട് അതിന് കഷ്ടതയായിരിക്കും. പിന്നെ പ്രസംഗിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? ദാവീദ് ഒരിക്കൽ പ്രസംഗിച്ചത് എന്താ? ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. ആ വാക്യം വായിച്ചു. അത് അറിയാവുന്നൊരു പറയാം. ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചിട്ടാണ് ഈ പറയുന്നത്. 26 56-ന്റെ 4. ആർക്ക് ചെയ്യാൻ കഴിയും? ജഡത്തിന് എന്നോട് ചെയ്യാൻ കഴിയും. ആരുടെ പ്രസംഗം ആരെയാ? അതായത് ഒരു കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്ത്? ഊര്യാവിനെ കൊന്നു. പ്രസംഗിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? സഹോദരന്മാരെ ആരും നുണ പറയരുത് കേട്ടോ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഞാൻ കിടന്നുറങ്ങണമെങ്കിൽ ഒരു നുണ പറയണം. എന്നാൽ വേഗം ഉറങ്ങും. ഇല്ലെങ്കിൽ ഇങ്ങനെ കിടക്കുള്ളൂ. എന്തെങ്കിലും വിഷയമുണ്ടാവും. അപ്പോൾ തന്നെ ഒരാളോട് ഉപദേശിച്ചു കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യണം? എൻ്റെ ജഡത്തെ കൊരിന്ത്യർ ലേഖനം 9:27, 9:26. ഒന്ന് കൊരിന്ത്യർ 9:26. ആകയാൽ ഞാൻ നിശ്ചയമില്ലാത്തവണ്ണമല്ല ഓടുന്നത്. ആകാശത്തെ കുത്തുന്നത് പോലെയല്ല. എന്തിനു ദണ്ഡിപ്പിക്കണം?
അപ്പം ഞാൻ ഒരു പ്രസംഗം പ്രസംഗിച്ചു കഴിഞ്ഞാൽ അപ്പം എഴുന്നേൽക്കും അതിനെതിരെ ആര് ദുഷ്ടനൊന്നും സ്വന്തം ജഡ എഴുന്നേൽക്കും. അതുകൊണ്ട് ഞാനൊരു പ്രസംഗം പ്രസംഗിക്കുമ്പോൾ ഗവർമാരെ നിങ്ങൾ അരുതാത്തടത്തേക്കൊന്നും നോക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങുന്ന വഴി എൻ്റെ കണ്ണ് വേറെ വഴിക്ക് പോകും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കണം. ഇങ്ങനെയുള്ളവർക്ക് നിലനിന്ന് പോകാൻ പറ്റുള്ളൂ. ഇങ്ങനെയുള്ളവർക്ക് നിലനിന്ന് പോകാൻ പറ്റുള്ളൂ. ഇനി ഒരാൾ വ്രതം എടുത്ത്, ഞാൻ ഉദാഹരണ സഹിതം പറഞ്ഞതാണ്, ഒരാൾ വ്രതം എടുത്ത് എന്താ ഒരാഴ്ചത്തേക്ക് അല്ല ഒരു വർഷത്തേക്ക് മാംസം കഴിക്കില്ല, തനി വെജിറ്റേറിയനെ ഞാൻ കഴിക്കുള്ളൂ തീരുമാനമെടുത്തു. വളരെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ തീരുമാനമെടുത്തതാണ്. ഇദ്ദേഹം അങ്ങനെ പോയ വഴിക്ക് സഹോദരങ്ങളിലൊക്കെ വീട്ടിൽ കയറി വഴിക്ക് ഒരു 5-6 മാസം കഴിഞ്ഞപ്പോഴേക്കും ഒരു വീട്ടിൽ ചെന്നു. ഇതിന് ഒരു ടേസ്റ്റ് ഇല്ലല്ലോ. അപ്പോൾ ഒരു സ്ഥലത്ത് ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ബേക്കൻ ഫാക്ടറിയിൽ പന്നിയുടെ മാംസം അതിൻ്റെ കാമ്പ് എടുത്തതിന് ശേഷം തൊലി നെയ്യ് മാത്രമുള്ളത് കിട്ടും. അതവിടെ നിസ്സാരം വിലയ്ക്ക് കിട്ടും. അന്ന് 15 രൂപയ്ക്ക് കിട്ടും. ഇത് മേടിച്ച് ഉരുക്കി കുപ്പിയിലാക്കി വയ്ക്കും. എന്നിട്ട് കറി ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഇച്ചിരി എടുത്ത് നല്ല ടേസ്റ്റാണ്. അങ്ങനെ ചെയ്യുന്നവരുണ്ട് അവിടെ. അപ്പോൾ ഈ വ്രതക്കാരൻ വന്നു ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പോകാൻ നേരത്ത് ഒരു പഴമൊക്കെ കൊടുത്ത് കഴിച്ചത് ഒരു ടേസ്റ്റ് ഈയിടെയായിട്ട് ഞാൻ ഈ വെജിറ്റേറിയൻ മാത്രം കഴിക്കണം ഒരു ടേസ്റ്റ് ഇല്ല കേട്ടോ. ഇന്നത്തെ അച്ചിക്ക് നല്ലതായിരുന്നു കേട്ടോ. പുള്ളി പറയാ ഇന്ന് കഴിച്ച അച്ചിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു, വെജിറ്റേറിയൻ ആയിരുന്നെങ്കിലും കഴിച്ചതല്ല. വ്രതം എടുത്തു കഴിഞ്ഞാൽ അതിനെ തെറ്റിക്കാനായിട്ട് എന്ത് ചെയ്യും? ഒരാൾ എഴുന്നേൽക്കും. അതുകൊണ്ടാണ് വചനം മോചനപ്പെടുത്തി പറഞ്ഞിരിക്കുന്നത് വ്രതസ്ഥനും വീഞ്ഞു കുടിക്കാൻ കൊടുക്കുന്നത്. അങ്ങനെ ചെയ്യുന്നവർക്കുള്ള ശിക്ഷ എന്താണെന്നറിയാം? ഒരാൾ വ്രതം എടുത്തു കഴിഞ്ഞാൽ അവനെ ആ വ്രതത്തിൽ നിൽക്കാൻ സഹായിക്കണം. അല്ലാതെ അതിനെ തെറ്റിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അവൻ്റെ ശിക്ഷ എന്താണെന്നറിയാം? ഒരാളുടെ പുറത്ത് വണ്ടി കയറി എങ്ങനെ ഇരിക്കും? മെതിവണ്ടി അവൻ്റെ മേൽ ഉരുട്ടുന്ന പോലെ ഞാനത് അവൻ്റെ മേൽ ഉരുട്ടുന്നതാണ്. അപ്പോൾ നമ്മളിത് ഈ കാര്യം ചെയ്തോളണം. ദൈവത്തിൻ്റെ അടുക്കൽ വന്നു കഴിഞ്ഞാൽ ഒരു വാക്ക് പറഞ്ഞാൽ ഉടനെ ഓർത്തോളണം. എന്ത് വരും? ഛേദം വരും. പിന്നെ നേർച്ച നടന്നാൽ എന്ത് വരും? നിരൂപണം വരും. നിയമം ചെയ്താൽ എന്ത് വരും? കഷ്ടത വരും. വ്രതം എടുത്താൽ എന്ത് വരും? നിയമം എടുത്ത ഒരാൾ അയക്കും. പിന്നെ 5-മത്തത് മറ്റുള്ളവർ ഉപദേശിച്ച് കഴിഞ്ഞാൽ എന്ത് വരും? ജഡം വരും. ഇത്രയും മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഏതെങ്കിലും കാര്യങ്ങൾ പറയാനായിട്ട്. ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ ഓർത്തിച്ചാൽ മതി. ഇത് ആര് കേട്ടിട്ടുണ്ട്? ദുഷ്ട സിംഹാസനത്തിൽ ചെന്നിട്ടുണ്ട്. അവൻ അവിടെ നിന്ന് എന്തായിരിക്കും? ഇനിയെങ്കിലും ഒന്ന് പറയൂ. ഞാൻ എല്ലാവർക്കും പറയിച്ചതാ. വാക്ക് പറഞ്ഞാൽ എന്ത് വരും? ഛേദമായിരിക്കും. അതിനറിയാവോ? ഏതാ വാക്ക് പറഞ്ഞിട്ട് ഛേദം വന്നാലും മാറാത്തവൻ? 15-ാം സങ്കീർത്തനം. ആ വാക്യങ്ങൾ എഴുതി നമ്മുടെ കയ്യിൽ വെക്കണം. വാക്ക് പറഞ്ഞാൽ ഛേദം വന്നാൽ മാറാത്തവൻ. നിയമം ചെയ്തു കഴിഞ്ഞാൽ കഷ്ടതയായിരിക്കും. വ്രതം എടുത്തു കഴിഞ്ഞാൽ ഒരാളെ അയക്കും. പ്രസംഗിച്ചു കഴിഞ്ഞാൽ ജഡം ഉണരും ഒരെണ്ണോടെ. നേർച്ച നേർന്നാൽ നിരൂപമായിരിക്കും. പിന്നെ സ്വസ്ഥത ഉണ്ടാവില്ല. ഇത്രയും കാര്യങ്ങളെ എതിരിടാൻ തയ്യാറായിട്ട് വേണം ഒരു മനുഷ്യൻ കർത്താവിൻ്റെ നാമത്തിൽ ദൈവത്തോടെടുക്കുമ്പോൾ ഈ വാക്ക് പറയാനായിട്ട്. അത് ഓർത്തുകൊള്ളണം. നിശ്ചയമായിട്ടും വാക്ക് പറഞ്ഞാൽ ഛേദം വരുത്തും. നേർച്ച നേർന്നാൽ നിരൂപണം വരുത്തും. അവസാനം വഴി തെറ്റിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അത് സിംഹാസനത്തിൻ്റെ പ്രവൃത്തിയാണ്. അത് നമ്മൾ ചിന്തിച്ചിട്ടുള്ളതാണ്. സമയം പോട്ട് പോകും. ഇപ്പം നമ്മളിവിടെ ചിന്തിച്ചത് സങ്കീർത്തനക്കാരൻ്റെ നിലവിളിയാണ്. എന്താ സങ്കീർത്തനക്കാരൻ്റെ നിലവിളി? പ്രതികാരത്തിന് ദൈവമായി പ്രകാശിക്കണമേ. അപ്പോൾ ഈ സങ്കീർത്തനക്കാരൻ എന്ത് അനുഭവിച്ചിട്ടുണ്ട്? അപ്പോൾ മനസ്സിലായില്ലേ? ഈ സങ്കീർത്തനക്കാരൻ എന്ത് അനുഭവിച്ചിട്ടുണ്ട്? കഷ്ടത അനുഭവിച്ചിട്ടുണ്ട്. എവിടെ നിന്ന്? ദുഷ്ടസിംഹാസനത്തിൽ നിന്ന്. കാരണം എന്താ? ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ സങ്കീർത്തനക്കാരൻ നിന്നതിന് സിംഹാസനം എന്തയച്ചു? കഷ്ടത അയച്ചിട്ടുണ്ട്. ആ കഷ്ടത ഇത്രയും കാലം അനുഭവിച്ചു. ഇന്ന് എന്ത് ചെയ്യണം? പ്രതികാരത്തിന് ദൈവമേ
പ്രകാശിക്കണമേ എന്നാണ്. അപ്പൊ അതിന്റെ അർത്ഥം ഈ സിംഹാസനം അയച്ച ഒരു കഷ്ടതയിലും ഈ സങ്കീർത്തനക്കാരൻ തെറ്റിപ്പോയിട്ടില്ല. നേരത്തെ നേർന്നിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിച്ചു. വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്ക് നിറവേറ്റി. വ്രതം എടുത്തിട്ടുണ്ടെങ്കിൽ ആ വ്രതം പൂർത്തിയാക്കി. മറ്റുള്ളവരെ ഉപദേശിച്ചിട്ടുണ്ടെങ്കിൽ ജഡത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കി അതിൽ തന്നെ നിലനിന്നു. നേർച്ച നടന്നിട്ടുണ്ടെങ്കിൽ അത് നിയമം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നിയമത്തിൽ ഇന്നും നിലനിൽക്കുക. അതിന്റെ സമയമായപ്പോഴാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഇത്രയും കാലം ഞാൻ അനുഭവിച്ചതെല്ലാം, ഞാൻ നിന്നോടൊരു വാക്ക് പറഞ്ഞതിന്റെ പേരിൽ ഞാൻ ഇന്നുവരെയും അനുഭവിച്ചത് നീ അറിയുന്നു. ഇന്നുവരെയും ഞാൻ ആ വാക്ക് തെറ്റിച്ചിട്ടില്ല. ഇന്ന് ദൈവം എഴുന്നേക്കാൻ പോവാ. എന്തിനു വേണ്ടിയിട്ട്? പ്രതികാരത്തിന് വേണ്ടി. ആരോടുള്ള പ്രതികാരം? ദുഷ്ട സിംഹാസനത്തിനുള്ള പ്രതികാരത്തിന് വേണ്ടി. ദൈവസഭ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് എഴുന്നേൽക്കുന്നത് ദൈവമാണ്. കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട്. കാരണം ദൈവത്തോട് അടുക്കുവാൻ നേർച്ച നേർന്നും വാക്ക് പറഞ്ഞും നിയമം ചെയ്തും വ്രതമെടുത്തും ആ ജീവിതത്തിൽ താൻ പഠിച്ചും മറ്റുള്ളവർ ഉപദേശിച്ചും താൻ മുൻപോട്ട് കഷ്ടപ്പെട്ടു പോകുമ്പോൾ ദൈവത്തിന് വചനം പറയുന്നത്, എത്ര കഷ്ടത വന്നാലും ഒരു ദിവസം ദൈവം എഴുന്നേൽക്കുന്ന സമയമാണ്. പ്രതികാരത്തിന് ദൈവം എഴുന്നേൽക്കുന്ന ദിവസമാണ്. ആ ദിവസം ശത്രുവിന് നിൽക്കാൻ സാധിക്കില്ല. ദൈവം വചനം പറയുന്നത്, യഹോവ തന്നു, യഹോവ എടുത്തു, അവന്റെ നാമം വാഴ്ത്തുള്ളവരാകട്ടെ. നാളെത്രേ തുടങ്ങിയിട്ട് ഒടുവിൽ ആരെഴുന്നേറ്റു? പ്രതികാരത്തിന് ദൈവം എഴുന്നേറ്റു. പ്രതികാരത്തിന് ദൈവം ഇയ്യോബിന് വേണ്ടി എഴുന്നേറ്റു. മിക്കവാറും അവിടം വരെ എത്താറില്ല ആരും. അതിനു മുമ്പേ തന്നെ സ്വന്തം കൈയാൽ പ്രതികാരം ചെയ്തു, സ്വന്തം കൈകൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രവർത്തിച്ചും വാക്ക് തെറ്റിയും ആ ദിവസത്തേക്ക് എത്താറില്ല. എന്നാൽ ഇന്ന് കർത്താവിന്റെ വചനം പറയുകയാണ്, ഇതാ ദൈവത്തിന്റെ സഭയെ എടുത്തിട്ടുള്ള തീരുമാനങ്ങളും ദൈവസന്നിധിയിൽ ദൈവവുമായിട്ട് ചെയ്ത നിയമങ്ങളും നിമിത്തം ഇന്നുവരെയും ഞരങ്ങി മുമ്പോട്ട് പോകാൻ സാധിക്കാതെ വണ്ണം പർവ്വത സമാനമായ തടസ്സങ്ങൾ നിന്ന് ഇത്രയും വരെ എത്തിയെങ്കിൽ ഇതാ ഇനി അധിക ദൂരമില്ല. പ്രതികാരത്തിന് ദൈവം എഴുന്നേക്കാൻ സമയമായി. തോറ്റുപോകരുത്, ശത്രുവിന് മുമ്പിൽ തോറ്റുപോകരുത്. ഇതാ പ്രതികാരത്തിന് ദൈവം എഴുന്നേൽക്കാനുള്ള സമയമായല്ലോ. ഹല്ലേലൂയ. സ്തോത്രം 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 നമുക്കായി സ്തോത്രം സ്തോത്രം സ്തോത്രം. സൈന്യമേ ഉണർന്നിടുവേ, ജയമെടുത്തു പ്രാപിപ്പാൻ. ജയമെടുത്തു
ഈ 94 സങ്കീർത്തനം 20 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ദുഷ്ടസിംഹാസനത്തിൽ നിന്നോട് സഖ്യം. ഈ ദുഷ്ടസിംഹാസനം എന്തായിരിക്കും? കഷ്ടതയായിരിക്കും. എന്തിനായി കഷ്ടത അയക്കുന്നത്? വാക്ക് പറഞ്ഞാൽ അവൻ എന്തെങ്കിലും പറഞ്ഞോട്ടെ, അതിന് ദൈവത്തിന് എന്തെങ്കിലും കൊടുത്തേക്കാന്ന് പറഞ്ഞാൽ അവൻ കൊടുത്തോട്ടെ, അല്ലെങ്കിൽ ഒരു നേർച്ച നേർന്ന് അത് നിവർത്തിച്ചോട്ടെ, എന്തെങ്കിലും കാണിക്കട്ടെ. അതിന് എന്താ പ്രശ്നം? എന്താ അതിന് ഇത്ര അതിന് എതിർപ്പുണ്ടാകാനുള്ള കാരണം? 27-ാം അധ്യായത്തിൽ 2-ാം വാക്യം വായിക്കുക. ലേവ്യ 27:2. ഇസ്രായേൽ മക്കളോട് നീ പറയേണ്ടതെന്നാൽ, ആരെങ്കിലും ശ്രദ്ധിച്ചു കേൾക്കണം, ആരെങ്കിലും യഹോവയ്ക്ക് ഒരു നേർച്ച നേർന്നാൽ നിവർത്തിച്ചാ ഇവൻ ആർക്കുള്ളവനാ? മനസ്സിലായോ? പിന്നെ തൊടാൻ പറ്റില്ല. ഞാനൊരു നേർച്ച എൻ്റെ കർത്താവിന് വേണ്ടിയിട്ട് ഞാൻ ഇന്നത് ചെയ്തേക്കാം എന്നൊരു നേർച്ച നേർന്നാൽ ആ നേർച്ച നിവർത്തിക്കുമ്പോൾ ഞാൻ ആർക്കുള്ളവനാ എന്ന് പറഞ്ഞേ? യഹോവയ്ക്കുള്ളവനാ. ആ നില വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ സ്ഥിതി? അതുകൊണ്ട് ഒരു കാരണവശാലും അത് സമ്മതിക്കില്ല. ഇത് നിവർത്തിച്ചു കഴിഞ്ഞാൽ ദൈവത്തിലുള്ളവനാ. പ്രസംഗിച്ചതിന് ശേഷം ജഡത്തിന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും എന്നൊരു ഭയങ്കര പ്രസംഗം അങ്ങ് പ്രസംഗിക്കും. പക്ഷെ ജഡ എന്ത് ചെയ്തു? അവസരം വന്നപ്പോൾ ജഡത്തിൽ പോയി സാത്താൻ പ്രവർത്തിച്ചു, ദുഷ്ടസിംഹാസനം പ്രവർത്തിച്ചു, ഊരിയാവിനെ കൊന്നു, ഊരിയാവിന്റെ ഭാര്യയെ എടുത്തു. സ്തോത്രം. അവൻ ആർക്കുള്ളവനായി? ദൈവത്തിനുള്ളവനല്ല. സംഭവം പറഞ്ഞപ്പോൾ കരയുകയാണ്. 51-ാം സങ്കീർത്തനം എന്താണ്? നമുക്കറിയാം, എല്ലാവർക്കും അറിയാവും. 51-ാം സങ്കീർത്തനം നമ്മൾ നിലവിളിയാണ്. എന്താണ് കാരണം? കർത്താവേ, ഞാൻ പ്രസംഗിച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നില്ല? എന്റെ ജഡത്തെ ധടിപ്പിച്ച് പല കാര്യങ്ങളും നടക്കും, പല നേർച്ചകളും നേരും. കാരണം ഈ നേർച്ചയും വാക്കുമെല്ലാം നേർന്നതിന് ശേഷം അത് നിവർത്തിച്ചു കഴിഞ്ഞാൽ ശത്രുവിന്റെ കയ്യിൽ നിന്ന് അറ്റുപോയെന്ന് അവൻ അറിയുന്നു. അതുകൊണ്ടാണ് ഈ കഷ്ടതയായിരിക്കുന്നത്. എന്താണ് സമയം? വേറൊരു പേര് 16-28 വായിക്കുക. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ 28-ാം വാക്യം. അപ്പോൾ ശിംശോൻ യഹോവയോട് പ്രാർത്ഥിച്ചു. ആരാ ശിംശോൻ? യഹോവയുടെ വൃതനാണ്. അവൻ വ്രതത്തിൽ നിൽക്കാതിരിക്കാൻ അവനെ അയച്ചു, ഒരാളെ അയച്ചു. ആരെ അയച്ചു? ദലീലെ അയച്ച. ഒരാൾ വരും. ഒരിക്കലും ആ ചതി മനസ്സിലാവില്ല. നമ്മൾ ദൈവത്തോട് അടുക്കുമെന്ന് വരുമ്പോൾ ഒരാൾ വരും. ഒരു വ്രതമെടുത്തോ വരും, ഒരാളെ അയക്കും. ആ കണിയിൽ കുടുങ്ങി തൻ്റെ ശക്തിയും പോയി, എല്ലാം പോയി. അവൻ പ്രാർത്ഥിക്കുകയാണ്, യഹോവേ എന്നെ ഓർക്കണം വേഗത്താൽ. അവൻ ആർക്കുള്ളവനാ? ഇത് നിവർത്തിച്ചെങ്കിൽ അവൻ ആർക്കുള്ളവനാ? എത്ര പ്രാവശ്യം വാക്ക് പറഞ്ഞ തെറ്റി, ബന്ധനത്തിലകപ്പെട്ടിരിക്കുന്നറിയോ? വാക്ക് പറഞ്ഞ് ബന്ധനത്തിലിട്ടിരിക്കുന്ന ജീവിതങ്ങളുണ്ടെന്ന്. താനോട് വാക്ക് പറഞ്ഞതിന് ശേഷം ബന്ധനത്തിലിരിക്കുന്ന ജീവിതങ്ങളുണ്ട്. എന്തിന്? വാക്ക് പറഞ്ഞത് നിവർത്തിക്കാൻ പ്രതിജ്ഞാബദ്ധമായിരുന്നതിന് ശേഷം ഇന്നല്ലെങ്കിൽ കർത്താവ് നാളെ പ്രവർത്തിക്കും എന്ന് ആശിച്ചിരുന്ന ജീവിതങ്ങൾ കർത്താവ് വചനം പറയുന്നത് ഇതാ അധികാരത്തിന് ദൈവം പ്രകാശിക്കാൻ പോവാ. അങ്ങനെയുള്ളത് അവർക്ക് ദൈവം തന്റെ ന്യായം നടത്തി കൊടുക്കാൻ പോവാ. എന്നാൽ കർത്താവ് വചനം പറയുന്നത് ശിംശോൻ പറയാണ്, യഹോവേ എന്നെ ഓർക്കണം. എന്ത് സംഭവിച്ചു? എന്ത് തെറ്റി? വ്രതം തെറ്റി. മറ്റതെന്ത് തെറ്റി? ഉപദേശത്തിൽ തെറ്റി. മറ്റതെന്ത് തെറ്റി? വാക്കിൽ തെറ്റി, നേർച്ചയിൽ തെറ്റി, കർത്താവ് നിയമത്തിൽ തെറ്റി. ഇങ്ങനെ ദൈവത്തിന്റെ സഭയെ ബന്ധനത്തിൽ അകപ്പെടുത്തുവാൻ ശത്രു ചെയ്യുന്ന പ്രവൃത്തിയെ കണ്ടറിഞ്ഞ് പ്രതികാരത്തിന് ദൈവം ഒരു ദിവസം എഴുന്നേൽക്കുന്ന ദിവസമുണ്ട്. അന്ന് ഞാൻ ഈ പറഞ്ഞ വാക്ക് നിമിത്തം അനുഭവിക്കുന്ന സകല കഷ്ടതയ്ക്കും പരിഹാരം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് അത് വിശ്വസിച്ച് കാത്തിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. മൊർദെഖായി അത് കണ്ടു. അവൻ ആ ദിവസം കണ്ടു. പ്രതികാരത്തിന് ദൈവം എഴുന്നേറ്റു, പ്രതികാരത്തിന് ദൈവം പ്രകാശിച്ചു. യഹൂദന്മാർക്കൊക്കെയും രക്ഷ വരുത്തി. എസ്തറിനും മൊർദെഖായിക്കും മഹത്തായ സ്ഥാനങ്ങൾ നൽകി. കർത്താവിന്റെ സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുന്നത് അവർ യഹോവയ്ക്കുള്ളവരായി തീർന്നു, അവർ ദൈവത്തിനുള്ളവരായി തീർന്നു.
ദൈവത്തിന്റെ സഭയെക്കുറിച്ച് കർത്താവിന്റെ വചനം പറയുകയാണ്, യഹോവയ്ക്ക് നേരുകയും നിവർത്തിക്കുകയും ചെയ്യും. നീ പറഞ്ഞ വാക്ക് നിവർത്തിപ്പീൻ. കർത്താവ് സ്തോത്രം. നിയമം ചെയ്തത് ദൈവത്തിന്റെ സഭയിൽ നിലനിൽക്കട്ടെ. കർത്താവ് സ്തോത്രം. വ്രതമെടുത്തെങ്കിൽ വ്രതം പൂർത്തിയാക്കുകയും കർത്താവിനുള്ളവനായി തീരുവാൻ ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിച്ചുകൊണ്ട് നടത്തുന്ന ആ വഴികൾ ശ്രദ്ധാപൂർവം ഗ്രഹിച്ചുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ കേട്ടതുപോലെ ദുഷ്ടത കഷ്ടത നിർമ്മിക്കുന്ന ദുഷ്ടസിംഹാസനം, അതിനോട് ദൈവത്തിന് സഖ്യതയില്ല. എന്നാൽ അവന്റെ കഷ്ടത തീരുന്ന ഒരു ദിവസമുണ്ട്. അന്ന് പ്രതികാരത്തിന് ദൈവം എഴുന്നേൽക്കും. തന്റെ ജനത്തെ തന്റേതാക്കി നിർത്തുകയും അവരുടെ അവകാശം ശാശ്വതവുമായിരിക്കും. അവരുടെ അവകാശം സ്ഥിരവുമായിരിക്കും. ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാത്തതും ശത്രുവിനെ അപഹരിച്ചു കളയാൻ സാധിക്കാത്തതുമായ അവകാശത്തോട് ഈ കർത്താവിനെ സ്വഭാവത്തിൽ എഴുന്നേൽക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ സഹായിക്കുമാറാകട്ടെ. യേശു എന്നടിസ്ഥാനം ആശ്രയവാണി